വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീടിരിക്കുന്ന സ്ഥലത്തൊക്കെ പാറകൾ ഉണ്ടായിരിക്കും. അങ്ങനെ വീട് വെക്കാൻ പ്ലാൻ ചെയ്ത് നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ പ്ലാൻ വെക്കാൻ ആ പാറക്ക് ഒരു തടസ്സമായിരിക്കും. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വരുന്നത്, നമ്മുടെ കിണറിൽ വെള്ളമില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നും പാറ പൊട്ടിക്കുന്നത്. കിണറിൽ വെള്ളമില്ലെങ്കിൽ നമ്മൾ പരമ്പരാഗതമായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് കിണറിലെ പാറ പൊട്ടിക്കുന്നു. നമുക്ക് അത്യാവശ്യം വെള്ളം ആവശ്യത്തിന് ആ വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ള വെള്ളമൊക്കെ പാറ പൊട്ടിക്കുമ്പോൾ കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മുറ്റം വൃത്തിയാക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു ഗാർഡൻ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ പാറ ഉള്ളത് ഒരു തടസ്സമാണ്. അപ്പോൾ നമ്മൾ ആ പാറ പൊട്ടിക്കാൻ നോക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട് വെച്ചവർക്കും വീട് വെക്കുന്നവർക്കും എല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന അല്ലെങ്കിൽ പലർക്കും അനുഭവത്തിൽ വന്നൊരു കാര്യമായിരിക്കും ഈ ഒരു സംഭവം. മിനിമം നമുക്ക് ആ കിണറിലെ പാറ പൊട്ടിക്കുന്ന ഒരവസ്ഥയെങ്കിലും. അപ്പോൾ പാറ പൊട്ടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി പറയുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വീടിനെ കുറിച്ചും വീട് നിർമ്മാണത്തെക്കുറിച്ചും വീടിന് വരാവുന്ന ഇത്തരത്തിലുള്ള വിള്ളൽ, ചോർച്ച, അങ്ങനെയുള്ള പ്രോബ്ലങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും ചാനലിലൂടെ പറയുക. ഇത് കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതെന്ന് വെച്ചാൽ വീടിന് പലതരത്തിലുള്ള പ്രോബ്ലങ്ങളാണ് ഈ പാറ പൊട്ടിക്കുന്നതിലൂടെ വരുന്നത്. വിള്ളല്, അതിലുള്ള വിള്ളല്, സ്ട്രക്ചറിന്റെ പ്രോബ്ലം, അതിന്റെ അടിത്തറയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങളാണ് നമ്മൾ കൃത്യസമയത്ത് ശ്രദ്ധിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പാറ പൊട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വരുന്നത്. നമ്മൾ എന്തോ ആവശ്യത്തിനായിക്കോട്ടെ, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ലാൻഡ്സ്കേപ്പിങ്ങിനായിരിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ ഒരു ഉദാഹരണം നമുക്ക് കാണിക്കാം. നമുക്ക് ഈ വീടിന്റെ മുറ്റത്താണ് കൃത്യമായിട്ട് അവർ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു ഗാർഡനും ലാൻഡ്സ്കേപ്പിങ്ങും കൂടാതെ മുറ്റം, ഫ്രണ്ട് യാർഡ്, കുറച്ച് ഇന്റർലോക്കിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് മുറ്റം വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവർ പാറ പൊളിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പാറ പൊളിച്ചിട്ടുള്ള ആ പോയിന്റുകൾ നമ്മൾ മരുന്നടിച്ച് നമ്മൾ ആ കെമിക്കൽസ് അടിച്ചിറക്കിയ പോയിന്റ്സ് ഒക്കെ നമുക്ക് കൃത്യമായി കാണാം. വൈറ്റ് ലൈന് കാണാം. 2 തവണ ഇങ്ങനെയുള്ള പാറ പൊട്ടിക്കുന്ന ഒരു കാര്യം വീട് പണിതതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീടിന്റെ പല ഭാഗങ്ങളിലും ലിവിംഗ് ഏരിയ, കിച്ചൺ, സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി വിള്ളലാണ്. ഇങ്ങനെയുള്ള എക്സ്പാൻഷൻ, കോൺട്രാക്ഷൻ പോലെയുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് ഇങ്ങനെ വിള്ളലുകൾ വരാമെന്നുണ്ടെങ്കിലും, പിന്നെ തേപ്പിന്റെ ചെറിയ മെറ്റീരിയലുള്ള ഒരു ഏറ്റക്കുറച്ചിൽ, ക്വാളിറ്റി ക്വാണ്ടിറ്റി ഒക്കെ കുറഞ്ഞതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വിള്ളലുകൾ വരാമെന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു ശതമാനം, ഒരു പെർസെൻറ്റേജ് വളരെ കൂടുതലാണ്. കാരണം കൃത്യമായി പറയാന്നുണ്ടെങ്കിൽ ഈ ഒരു പാറ പൊട്ടിച്ചതിന് ശേഷമാണ് ഇങ്ങനെയുള്ള വിള്ളലുകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പാറ പൊട്ടിക്കുമ്പോൾ, കിണറിലെ പാറയാണെങ്കിൽ ഇത്തരത്തിൽ ഗാർഡൻ, നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് എന്തിനു വേണ്ടിയിട്ടാണെന്നെങ്കിലും പാറ പൊട്ടിക്കുമ്പോൾ നമ്മൾ വീട് പണിക്ക് മുന്നേ നമുക്ക് എത്ര മുറ്റം വേണം, വീടിന്റെ മുറ്റം എത്ര മുറ്റം വേണം, വീടിന്റെ 2 സൈഡിലും എത്ര സ്ഥലം വിടണം, സെറ്റ് ബാക്ക് എത്ര പിറകുവശത്ത് വിടണം, നമുക്ക് അതൊരു ശല്യമാവുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വീട് പണിക്ക് മുന്നേ കൃത്യമായ ഒരു എഞ്ചിനീയർ എന്നത് നമ്മൾ പ്ലാൻ വാങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മുടെ വീടിന്റെ പ്ലാനിനോ നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ച് ഡിസൈനിനോ ഇങ്ങനെയുള്ള പാറകൾ ശല്യമാണ് എന്നുണ്ടെങ്കിൽ ആ പാറ മുന്നേ തന്നെ പൊളിച്ചു മാറ്റുക. അതായത് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ വർക്ക് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ തന്നെ അത് പാറ പൊളിച്ചു മാറ്റുക. പിന്നെ നമ്മൾ കിണറിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥ, കിണറിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പണി തുടങ്ങാൻ തന്നെ സാധിക്കില്ല. വീട് പണി തുടങ്ങാൻ തന്നെ വെള്ളം വേണം. തുടക്കത്തിൽ തന്നെ പണി എന്തായാലും വെള്ളം ഒരു അവിഭാജ്യ ഘടകമാണ് വീട് പണിക്ക്. അപ്പോൾ അവിടെ വെള്ളം ഇല്ല എന്നുള്ളത് നമുക്ക് ആ സൈറ്റിൽ എത്തി ഉടനെ അറിയാൻ പറ്റും. അപ്പോൾ വെള്ളം ഇല്ല എന്നുള്ള പ്രദേശമാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം ലഭിക്കുന്നില്ല, വെള്ളത്തിന് അല്ലാതെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു പ്രദേശമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീട് പണിക്ക് മുന്നേ തന്നെ അവിടെയുള്ള പാറ പൊട്ടിക്കുക. വീട് പണി തുടങ്ങിയ ശേഷം പാറ പൊട്ടിക്കുമ്പോൾ നമ്മുടെ ബേസ്മെന്റ്, ഫൗണ്ടേഷൻ, ഭൂമി ലെയറായി നിൽക്കുന്ന ഭൂമിയിൽ നമ്മളൊരു കണക്ഷൻ വരികയാണ്. ഭൂമി പൊട്ടിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബ്ലാസ്റ്റിങ്, കെമിക്കൽസ് നിറച്ചിട്ടുള്ള ഒരു ബ്ലാസ്റ്റിങ് അവിടെ സംഭവിക്കുമ്പോൾ വീടിന് എന്തായാലും ഒരു ക്രാക്ക് സംഭവിക്കും. നന്നായി നമുക്കറിയാം, നമുക്ക് പാറ പൊട്ടിക്കുമ്പോൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അറിയാം, എത്രയും മീറ്റർ ദൂരത്ത് തന്നെ നമുക്ക് മണ്ണിനൊരു കുലുക്കം, നമ്മൾ നിൽക്കുന്ന ആളുകൾ നല്ലൊരു വൈബ്രേഷൻ അവിടെ അനുഭവപ്പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും വീട് പണിക്ക് തൊട്ട് മുന്നേ, നമുക്ക് തൊട്ടടുത്ത പ്രദേശങ്ങൾ മുഴുവൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്ന് വാശി പിടിക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ കാര്യമെങ്കിലും, നമ്മുടെ വീട് ഇത്രയും നമ്മൾ പൈസ ചെലവഴിച്ച് ചെയ്യുന്ന ഒരു വീട്, ഒരുപാട് തുകയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമായതിനാൽ നമ്മൾ പാറ പൊട്ടിക്കും.
പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് എത്ര മുറ്റം വേണം, മുറ്റത്തിന് അത് തടസ്സമാണോ, നമ്മുടെ ഒരു വണ്ടി വന്ന് തിരിയാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തടസ്സമായിരിക്കുമോ, ഇങ്ങനെയുള്ള പാറകൾ, കുഴികളാണെങ്കിൽ കുഴികളാണെന്നുണ്ടെങ്കിൽ മൂടാൻ ശ്രദ്ധിക്കുക, പാറകളാണെന്നുണ്ടെങ്കിൽ മുന്നേ തന്നെ പൊട്ടിക്കുക, കിണറിലെ വെള്ളം കിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം മുന്നേ തന്നെ ചെയ്യുക. നമുക്ക് വീടിന് പ്ലാനിന് തടസ്സം വരുന്ന, നമ്മുടെ ഡിസൈനിന് തടസ്സം വരുന്ന വണ്ടികളാണെങ്കിലും ആളുകളാണെന്നുണ്ടെങ്കിലും നമ്മുടെ സ്ഥിരം ദൈനംദിന ജീവിതത്തിന് തടസ്സം വരുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്യുക. വലിയ വലിയ അപകടങ്ങളും നമ്മുടെ വീടിന്റെ സ്ട്രക്ചറിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി ഒഴിവാക്കുക. അപ്പോൾ തുടങ്ങി ഇത്തരം കാര്യങ്ങൾ തുടർന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.